എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 22-ാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ലീഗൽ മെട്രോളജി ഓഫീസർ. അപ്പോൾ ഈ പരീക്ഷയ്ക്കായുള്ള റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായി മുൻവർഷ ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുത്തി മുൻവർഷ ചോദ്യപേപ്പറുകളെ ആധാരമാക്കി തയ്യാറാക്കിയ ഈ ഒരു പുസ്തകം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ്. ഉക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രി ആയിരിക്കുന്നു. അപ്പോൾ ഉക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനാവുന്നത് ആരാണ്? സെർഹി കൊററ്റ്സ്കി ആണ് കേട്ടോ. സെർഹി കൊററ്റ്സ്കി ആണ്. ഏത് രാജ്യത്തിന്റെയാണ്? ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? സെർഹി കൊററ്റ്സ്കി. അപ്പൊ നമ്മൾ പഠിച്ച ആദ്യത്തെ പോയിന്റ് ഒരു നിയമന വാർത്തയായിരുന്നു. ഉക്രൈൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? സെർഹി കൊററ്റ്സ്കി. അതുപോലെ തന്നെ ഉക്രൈന്റെ നിലവിലെ പ്രസിഡന്റിന്റെ പേര് ഓർത്തെടുക്കാനും ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുക ആരാണ്? വ്ളാഡിമിർ സെലൻസ്കി. വ്ളാഡിമിർ സെലൻസ്കി ആണ് നിലവിലെ ഉക്രൈന്റെ പ്രസിഡന്റ്. നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? ഉക്രൈന്റെ പ്രധാനമന്ത്രി, ഉക്രൈന്റെ നിയുക്ത പ്രധാനമന്ത്രിയുടെ പേരാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? സെർഹി കൊററ്റ്സ്കി. മറ്റൊരു നിയമന വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. 2026 ജൂലൈയിൽ ഓപ്പൺ AI ചീഫ് ടെക്നോളജി ഓഫീസറായി നിയമിതനായത് ആരാണ്? ഏത് കമ്പനിയാണ്? ഓപ്പൺ AI. യുഗത്തിലെ ഒരു ജയൻ കമ്പനിയാണ് ഓപ്പൺ AI. അപ്പൊ ഓപ്പൺ AI ഏത് പോസ്റ്റിലേക്കാണ്? ചീഫ് ടെക്നോളജി ഓഫീസർ. ചീഫ് ടെക്നോളജി ഓഫീസർ CTO പോസ്റ്റിലേക്കാണ് നിയമിതനായത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഉദയ് രുദ്ര രാജു. ഇന്ത്യൻ വംശജനായ ഉദയ് രുദ്ര രാജു ആണ് ഓപ്പൺ AI പുതിയ ചീഫ് ടെക്നോളജി ഓഫീസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഓപ്പൺ AI CTO ചീഫ് ടെക്നോളജിക്കൽ ഓഫീസർ ആയിട്ട് നിയമിതനായത് ആരാണ്? ഇന്ത്യൻ വംശജനായ ഉദയ് രുദ്ര രാജു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി പുരസ്കാരത്തെ പറ്റിയാണ്. സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം 2026 ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഏതൊക്കെ കൃതികൾക്കാണ് ലഭിച്ചതെന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നു. നമുക്ക് നോക്കാം. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരം. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരം 2026 ലഭിച്ചത് ആർക്കായിരുന്നു? സന്തോഷ് എച്ചിക്കാനത്തിനാണ്. സന്തോഷ് എച്ചിക്കാനം, നമുക്ക് ഏറെ സുപരിചിതമായ ഒരു പേരാണ്. സന്തോഷ് എച്ചിക്കാനത്തിനാണ് ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ഈ അവാർഡിന് അർഹനാക്കിയ അദ്ദേഹത്തിന്റെ കൃതി ഏതാണെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടതാണ്. മിസാറു എന്ന് പറയുന്ന കൃതിക്കായിരുന്നു സന്തോഷ് എച്ചിക്കാനത്തിന് ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് എച്ചിക്കാനത്തിനാണ്. അദ്ദേഹത്തിന്റെ മിസാറു എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PI ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടേ. K സച്ചിദാനന്ദൻ, കവി K സച്ചിദാനന്ദനാണ് PI ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന് ഈ അവാർഡിന് അർഹമാക്കിയ കൃതി ഏതാണ്? പുഴുവായിരുന്നു ഞാൻ. ഏതാണ് കൃതി? പുഴുവായിരുന്നു ഞാൻ. ഇനി ഏതാണ് അവാർഡ്? ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. PI ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? K സച്ചിദാനന്ദന് ലഭിച്ചു. ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്? പുഴുവായിരുന്നു ഞാൻ. ഇനി നമ്മൾ പറയുവാൻ പോകുന്നത് KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരത്തെ പറ്റിയാണ്. അത് ശ്രീജിത്ത് പെരുന്തച്ചനാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? ശ്രീജിത്ത് പെരുന്തച്ചൻ. ഏത് കൃതിക്കാണെന്ന് കൂടെ ഓർത്തു വെക്കുക. പഴമൊഴി പുതുമ. ശ്രീജിത്ത് പെരുന്തച്ചന്റെ പഴമൊഴി പുതുമ എന്ന കൃതിക്കായിരുന്നു KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ പുരസ്കാര തുക എത്രയാണെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടത്. 20,001 രൂപയും പ്രശസ്തി പത്രവും അതുപോലെ ശില്പവുമാണ് ഈ പുരസ്കാരത്തിൽ ഉള്ളത്. എത്രയാണ്? 20,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് ഈ അവാർഡിൽ ഉൾക്കൊള്ളുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. PI ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു? K സച്ചിദാനന്ദന് ലഭിച്ചു. അതുപോലെ KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ആർക്ക് ലഭിച്ചു? ശ്രീജിത്ത് പെരുന്തച്ചനും ലഭിച്ചു. സംസ്ഥാന ബാലസാഹിത്യ അക്കാദമിയുടെ മറ്റ് അവാർഡുകൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. പുനരാഖ്യാനത്തിന് ആർക്കാണ് പുരസ്കാരം ലഭിച്ചത്? MR പ്രദീപ്. അദ്ദേഹത്തിന്റെ 1000 ഈസോപ്പ് കഥകൾ എന്ന കൃതിക്കാണ് പുനരാഖ്യാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? MR പ്രദീപ്. അതുപോലെ ബാലനോവൽ, ഏറ്റവും മികച്ച ബാലനോവലായി തെരഞ്ഞെടുത്തത്
PK റാണിയുടെ ഒരു തലയും 1000 ചിന്തകളും എന്ന നോവലാണ്. ഏറ്റവും മികച്ച ബാല നോവൽ ഏതാണ്? PK റാണി എഴുതിയ ഒരു തലയും 1000 ചിന്തകളും എന്ന നോവലായിരുന്നു. ഇനി ഏറ്റവും മികച്ച ബാലകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കണ്ണനുണ്ണി. കണ്ണനുണ്ണിയുടെ ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും. എന്താണ്? ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ബാലകഥയ്ക്കായിരുന്നു കണ്ണനുണ്ണിക്ക് പുരസ്കാരം ലഭിച്ചത്. കണ്ണനുണ്ണിക്ക് മാത്രമായിരുന്നില്ല, TV ഹരികുമാറിനും ഹരികുമാർ കണിച്ചുകുളങ്ങരയ്ക്കും അവാർഡ് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കഥച്ചെപ്പ് എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ബാലകഥകൾ ഏതൊക്കെയാണ്? കണ്ണനുണ്ണിക്ക് ലഭിച്ചു, അതുപോലെ TV ഹരികുമാർ കണിച്ചുകുളങ്ങരയ്ക്കും അവാർഡ് ലഭിച്ചു. അവരുടെ കൃതികൾ കൂടെ ശ്രദ്ധിക്കുക: ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും, അതുപോലെ കഥാച്ചെപ്പ്. അവാർഡ് വിശേഷങ്ങൾ കഴിയുന്നില്ല. ബാലകവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? മിഥുന സജിൻ. ബാലകവിതയ്ക്ക് മിഥുന സജിൻ ആയിരുന്നു പുരസ്കാരം ലഭിച്ചത്. ചോനനുറുമ്പും തേൻ വരിക്കയും. എന്താണ് കവിതയുടെ പേര്? ചോനനുറുമ്പും തേൻ വരിക്കയും. അതുപോലെ N സുരേന്ദ്രനും ഈ കാറ്റഗറിയിൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൃതിയാണ് നാം ഒന്ന്. അദ്ദേഹത്തിന്റെ കൃതി എന്താണ്? നാം ഒന്ന്. അതുപോലെ ഏറ്റവും മികച്ച ബാലനാടകമായി തെരഞ്ഞെടുത്തത് ജയശ്രീ പള്ളിക്കലിന്റെ അഭിരാമിന്റെ അച്ഛനാണ്. എന്താണ്? അഭിരാമിന്റെ അച്ഛൻ. അഭിരാമിന്റെ അച്ഛൻ രചിച്ചതാരാണ്? ജയശ്രീ പള്ളിക്കലാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ബാലകവിതയ്ക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? മിഥുന സജിൻ, അതുപോലെ N സുരേന്ദ്രൻ എന്നിവർക്ക് ലഭിച്ചു. മികച്ച ബാലനാടകത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ജയശ്രീ പള്ളിക്കൽ. അതുപോലെ തന്നെ ബാലപ്രതിഭാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് കൂടെ നമുക്ക് നോക്കാം. RP വരദയ്ക്കാണ് ബാലപ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. ഊഞ്ഞാല് കുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങൾ എന്ന കൃതിക്കായിരുന്നു ബാലപ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? RP വരദയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ പിന്നീട് പറഞ്ഞ അവാർഡുകൾക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരത്തിനൊപ്പം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് കവി KG ശങ്കരപിള്ളയാണെന്ന് കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. LDC അല്ലെങ്കിൽ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ സഹായിക്കാനായി ടാലന്റ് അക്കാദമി ഒരു ആപ്റ്റ് ആയിട്ടുള്ള പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. 10th PYQ ആണ്. 30 ചോദ്യപേപ്പറുകളും 3000 ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും അടങ്ങിയ ഒരു പുസ്തകമാണിത്. അപ്പോൾ നിങ്ങൾ 10th ലെവലിൽ LDC പരീക്ഷകൾക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാനായിട്ട് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു പുരസ്കാര വാർത്തയാണ്. 2026 ജൂലൈ ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവലാണ് ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയായ അജിത് ഡോവലാണ് ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഇനി പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാണെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടേ. തിലക് സ്മാരക ട്രസ്റ്റ് ആണ്. തിലക് സ്മാരക ട്രസ്റ്റ് ആണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിലക് സ്മാരക ട്രസ്റ്റ് ആണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. ബാലഗംഗാധര തിലകിന്റെ ചരമദിനമായ ഓഗസ്റ്റ് 1-ാം തീയതി ആയിരിക്കും ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത്. ബാലഗംഗാധര തിലകിന്റെ ചരമദിനമായ ഓഗസ്റ്റ് 1-ാം തീയതി ആയിരിക്കും ഈ ഒരു പുരസ്കാരം സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 ജൂലൈയിൽ ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അജിത് ഡോവൽ. നമുക്ക് മറ്റൊരു പുരസ്കാര വാർത്ത കൂടെ ചർച്ച ചെയ്യാം. 2026 MP പോൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2026 MP പോൾ പുരസ്കാരം ഏത് അവാർഡാണ്? MP പോൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആശാ മേനോൻ. ആശാ മേനോനാണ് 2026 MP പോൾ പുരസ്കാരത്തിന് അർഹനായത്. ഇനി MP പോൾ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ആരാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയെന്ന് കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. സാഹിതി സഖ്യം ട്രസ്റ്റ് ആണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ്? സാഹിതി സഖ്യം ട്രസ്റ്റ് ആണ് MP പോൾ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 2026 MP പോൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആശാ മേനോൻ. അദ്ദേഹത്തിന്റെ ശമപ്പൊരുൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതിനോടൊപ്പം നടന്നു. അദ്ദേഹത്തിന്റെ ശമപ്പൊരുൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതിനോടൊപ്പം തന്നെ നടന്നു എന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? 2026 MP പോൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആശാ മേനോൻ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കിടക്കാം. 2026 ജൂലൈയിൽ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാണ്? 2026 ജൂലൈയിൽ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാണ്?
ലെസ്റ്റസ് പലോട്ടി. എന്താണ്? ലെസ്റ്റസ് പലോട്ടി എന്നാണ് ഈ തുമ്പിയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ 2026 ജൂലൈ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേര് എന്താണ്? ലെസ്റ്റസ് പലോട്ടി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനായ മുഹമ്മദ് ജാഫർ പാലോട്ടിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ തുമ്പിക്ക് ഈ പേര് നൽകിയത്. ആരോടുള്ള ആദരസൂചകമായിട്ടാണ്? മുഹമ്മദ് ജാഫർ പാലോട്ടിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ തുമ്പിക്ക് ഈ പേര് നൽകിയത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാണ്? ലെസ്റ്റസ് പലോട്ടി. ഒരു കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ കർമ്മ പദ്ധതി എന്താണ്? പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ കർമ്മ പദ്ധതിയുടെ പേര് നമുക്ക് പഠിക്കാം. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനമിംഗ് എന്നാണ് ഈ ഒരു കർമ്മ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനമിംഗ്, SAPSC എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് ഈ കർമ്മ പദ്ധതിയുടെ ഉദ്ദേശം? പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ ഒരു കർമ്മ പദ്ധതിയാണിത്. 2030 പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കർമ്മ പദ്ധതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ കർമ്മ പദ്ധതി എന്താണ്? സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനമിംഗ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന്റെ പേരാണ്. അപ്പൊ ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന്റെ പേര് ഓർത്തു വെക്കുക. ക്യൂഡെങ്ക. എന്താണ്? ക്യൂഡെങ്ക എന്നാണ് ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന്റെ പേര്. എന്താണ്? ക്യൂഡെങ്ക. ഇനി ഏത് കമ്പനിയാണ് ഈ ഒരു വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കൂടെ നമുക്ക് പഠിക്കണ്ടേ? ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽ. എന്താണ്? ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ ഒരു വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ടക്കേഡ ഏത് രാജ്യത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൂടെ ഓർമ്മ വെക്കുക. ജപ്പാനിലാണ് കേട്ടോ. ജപ്പാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ടക്കേഡ. അപ്പൊ ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ ക്യൂഡെങ്ക വാക്സിൻ വികസിപ്പിച്ചത്. ക്യൂഡെങ്ക വാക്സിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, 40-ലധികം കൺട്രിയിൽ നിലവിൽ ഉപയോഗിച്ചിരുന്ന വല്ല പ്രചാരത്തിലുള്ള വാക്സിൻ ആണ് എന്ത്? ക്യൂഡെങ്ക വാക്സിൻ. അപ്പം ഡെങ്കിപ്പനി പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ ഒരു വാക്സിൻ അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ആ വാക്സിന്റെ പേര്? ക്യൂഡെങ്ക. നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. ശബ്ദലോക് എന്നാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ പേര്. ശബ്ദലോക്. ശബ്ദലോക് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് കേട്ടോ. ആധുനിക ടെക്നോളജികളെല്ലാം ഉപയോഗിച്ച് ലാംഗ്വേജ് പഠനത്തിനും ഇല്ല വിവിധ ഭാഷകളുടെ സംരക്ഷണത്തിനുമാണ് ഈ ഒരു മ്യൂസിയം ഉപയോഗിച്ച് പോരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. ഇനി നമുക്കൊരു സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിക്കാം. ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമായ പിച്ച് ബ്ലാക്കിന്റെ വേദി എവിടെയാണ്? ഏതാണ്? പിച്ച് ബ്ലാക്ക്. ഓപ്പറേഷൻ പിച്ച് ബ്ലാക്കിന്റെ വേദി എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. എന്താണ് പിച്ച് ബ്ലാക്കിന്റെ വാർത്താ പ്രാധാന്യം? ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് പിച്ച് ബ്ലാക്ക്. 2026 പിച്ച് ബ്ലാക്ക് നടക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന സ്ഥലത്താണ്
ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന സ്ഥലത്താണ് സൈനിക അഭ്യാസമായ വ്യോമ സൈനിക അഭ്യാസമായ പിച്ച് ബ്ലാക്ക് അരങ്ങേറുന്നത്. ഓർക്കുക, 20-ലധികം കൺട്രീസ് ആണ്, ഇന്ത്യ ഉൾപ്പെടെ 20-ലധികം രാജ്യങ്ങളാണ് ഈ ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതെന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് പിച്ച് ബ്ലാക്ക്. പിച്ച് ബ്ലാക്ക് എവിടെയാണ് അരങ്ങേറുന്നത്? അപ്പൊ പിച്ച് ബ്ലാക്കിന്റെ 2026 വേദി ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ ഡാർവിനിൽ വെച്ചാണ് ഈ ഒരു സൈനിക അഭ്യാസം നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിഫ ലോകകപ്പ് അവസാനിച്ചിരുന്നു. അപ്പൊ ഫിഫ റാങ്കിങ്ങിലും അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് പ്രകാരമുള്ള ആ റാങ്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പുതിയ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ് പ്രകാരം ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? സംശയം ഒന്നും വേണ്ട, സ്പെയിൻ തന്നെയാണ്. സ്പെയിൻ ആണ്, ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ തന്നെയാണ് ഇപ്പോൾ പുതിയ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. ആരാണ്? സ്പെയിൻ. ഇനി രണ്ടാമതുള്ള രാജ്യം, റണ്ണറപ്പ് രാജ്യം തന്നെയാണ്. ഇപ്പൊ രണ്ടാമതുള്ള രാജ്യം ഏതാണ്? അർജന്റീനയാണ്. അപ്പൊ ഒന്നാം സ്ഥാനം ആര് കൊണ്ടുപോയി? സ്പെയിൻ കൊണ്ടുപോയി. രണ്ടാം സ്ഥാനം അർജന്റീന കൊണ്ടുപോയി. എങ്കിൽ മൂന്നാം സ്ഥാനം നമ്മുടെ ലോകകപ്പിന്റെ കണക്കനുസരിച്ചല്ല, മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഫ്രാൻസിനാണ് കേട്ടോ. മൂന്നാം റാങ്ക് ഫ്രാൻസിനാണ്. ഇപ്പോൾ ഒന്നാം റാങ്ക് ആർക്കാണ്? സ്പെയിൻ ആണ്. രണ്ടാം റാങ്ക് അർജന്റീനയ്ക്കും മൂന്നാം റാങ്ക് ഫ്രാൻസിനുമാണ്. ഏറ്റവും പുതിയ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ആണ്. സ്പെയിൻ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ പരാജയപ്പെടുത്തിയത് അർജന്റീനയായിരുന്നു. അപ്പൊ അർജന്റീന രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മൂന്നാമതുള്ളത് ഫ്രാൻസ് ആണെന്ന് കൂടെ മറന്നു പോകരുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പുതിയ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 138 സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ ഉള്ളത്. എത്രയാണ്? 138 റാങ്കിലാണ് ഇന്ത്യയുള്ളത്. അപ്പൊ ഏറ്റവും പുതിയ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ പൊസിഷൻ, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 138. ഒന്നാമതുള്ള രാജ്യം സ്പെയിനാണ്, രണ്ടാമതുള്ള രാജ്യം അർജന്റീനയാണ്, മൂന്നാമതുള്ള രാജ്യം ഫ്രാൻസ് ആണ്, 138ാമതുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത, 2026 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ മുൻ പരിശീലകനും കളിക്കാരനുമായിരുന്ന ഫുട്ബോൾ താരമാണ്. അദ്ദേഹത്തിന്റെ പേര് കെവിൻ കീഗൻ എന്നാണ്. ഇംഗ്ലണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഇതിഹാസ താരങ്ങളിൽ ഒരാളായിരുന്നു കെവിൻ കീഗൻ. അദ്ദേഹം ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു കളിക്കാരനായിട്ടും അതുപോലെ തന്നെ ഒരു പരിശീലകനായിട്ടും വേഷമിട്ടിട്ടുള്ള ഒരു കളിക്കാരനായിരുന്നു. ആര്? കെവിൻ കീഗൻ എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അപ്പൊ 2026 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ മുൻ പരിശീലകനും കളിക്കാരനുമായിരുന്ന ഫുട്ബോൾ താരം ആരാണ്? കെവിൻ കീഗൻ. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ അല്ലെങ്കിൽ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എത്ര ക്രൂഷ്യൽ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ എത്ര മാർക്ക് മേടിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അപ്പം ആ സ്പെഷ്യൽ ടോപ്പിക്ക് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്ന ഒരു പുസ്തകം ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. CPO വുമൺ CPO സ്പെഷ്യൽ ടോപ്പിക്ക് അടങ്ങിയ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കിയിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ടുള്ള നിങ്ങളുടെ പ്രയാണം തുടരുക. ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള ടൈമാണ്, നമ്മുടെ റാപ്പിഡ് റിവിഷന്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഉക്രൈന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരായിരുന്നു? സെർഹി കൊറട്സ്കി ആണ് ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്. അതുപോലെ തന്നെ 2026 ജൂലൈയിൽ ഓപ്പൺ എഐയുടെ ചീഫ് ടെക്നോളജി ഓഫീസറായി നിയമിതനായ വ്യക്തിയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോയിക്കോ, അത് ഉദയ് രുദ്രരാജു. ആരാണ്? ഉദയ് രുദ്രരാജു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി പുരസ്കാരത്തെ പറ്റിയിട്ടായിരുന്നു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനത്തിനായിരുന്നു. PI ശങ്കരനാരായണ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു ലഭിച്ചത്? കവി K സച്ചിദാനന്ദനായിരുന്നു. നമ്മൾ പഠിച്ചു. KV രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ആർക്കായിരുന്നു ലഭിച്ചത്? ശ്രീജിത്ത് പെരുന്തച്ചനായിരുന്നു ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന ബാലസാഹിത്യ അക്കാദമിയുടെ മറ്റു പുരസ്കാരങ്ങൾ പുനരാഖ്യാനത്തിന് MR പ്രദീപിന് ലഭിച്ചു. ബാലനോവൽ PK റാണിക്കായിരുന്നു പുരസ്കാരം. ബാലകഥയ്ക്ക് കണ്ണൻ ഉണ്ണിക്കും അതുപോലെ TV ഹരികുമാർ കണിച്ചുകുളങ്ങരയ്ക്ക് ലഭിച്ചിരുന്നു. ബാലകവിതയ്ക്ക് ആർക്കായിരുന്നു ലഭിച്ചത്? മിഥുന സജിനും NN സുരേന്ദ്രനുമാണ് പുരസ്കാരം ലഭിച്ചത്. ബാലനാടകത്തിന് ജയശ്രീ പള്ളിക്കലിനും ബാലപ്രതിഭാ പുരസ്കാരം ആർക്കായിരുന്നു ലഭിച്ചത്? RP വരദ.
പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് 2026 ജൂലൈ ലോകമാന്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? അജിത് ദോവൽ. നമ്മൾ പഠിച്ചതല്ലേ 2026 MP പോൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേര് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. എന്നോടൊപ്പം പറഞ്ഞു അയാളുടെ പേര് ആശാ മേനോൻ. അതുപോലെ 2026 ജൂലൈയിൽ കണ്ണൂരിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരെന്തായിരുന്നു? ലെസ്റ്റസ് പലോട്ടി. എന്താണ്? ലെസ്റ്റസ് പലോട്ടി. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി കേരളം പുറത്തിറക്കിയ കർമ്മ പദ്ധതിയെ പറ്റിയിട്ടായിരുന്നു. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനമിംഗ് ആണ് ആ ഒരു കർമ്മ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. അതുപോലെ ഇന്ത്യയിൽ അംഗീകാരം നൽകുന്ന ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന്റെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? ക്യൂഡെങ്ക. എന്താണ്? ക്യൂഡെങ്ക. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയായിരുന്നു എന്നാണ്. കൊൽക്കത്തയിലായിരുന്നു ഈ ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ പിച്ച് ബ്ലാക്കിന്റെ വേദി എവിടെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്? എവിടെയായിരുന്നു? എന്നോടൊപ്പം പറഞ്ഞു ഓസ്ട്രേലിയ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റു രണ്ട് വാർത്തകളായിരുന്നു. ഏറ്റവും പുതിയ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിംഗ് പ്രകാരം ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? സ്പെയിൻ. അതുപോലെ 2026 ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ മുൻ പരിശീലകനും കളിക്കാരനുമായിരുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചില്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? പറഞ്ഞു. കെവിൻ കീഗൻ. എന്താണ്? കെവിൻ കീഗൻ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? 2026 ജൂലൈയിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ ആന്റി ബേൺഹാം, ഓപ്ഷൻ ബി ഋഷി സുനക്, ഓപ്ഷൻ സി ബോറിസ് ജോൺസൺ, ഓപ്ഷൻ ഡി കെയർ സ്റ്റാമർ. രണ്ടാമത്തെ ചോദ്യം 2026 ജൂലൈയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ്? ബൽബീർ സിംഗ്, അമൻ അറോറ, ഹർജിത് സിംഗ് ഗ്രവാൾ, ചരൺജിത് സിംഗ് ചന്നി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമാണ്. PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് പുറത്തുവിട്ട ആനുവൽ റിവ്യൂ ഓഫ് സ്റ്റേറ്റ് ലോസ് 2025 പ്രകാരം 2021നും 2025നും ഇടയിലുള്ള കാലയളവിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശരാശരി സമ്മേളന ദിവസങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇറക്കാൻ സാധിക്കുന്ന ആംഫീബിയൻ വിമാനം പറത്താൻ ലൈസൻസ് ഉള്ള രാജ്യത്തെ ഏക വ്യക്തി ആരാണ്? അരുൺ ഗോപ്. ആരാണ്? അരുൺ ഗോപ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാം പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.